ഹേ ഗൈസ്, ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരാളെ കാണാൻ പോവുക. വേറെ എങ്ങോട്ടുമല്ല, ഗുരുവായൂരപ്പനെ കാണാനാണ് പോകുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ കുറേ നാൾ പോകാതിരുന്ന് പിന്നീട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ സെയിം സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ താണ്ടി നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ആ തടസ്സത്തിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ നീണ്ടു നിന്ന 5 മണിക്കൂറത്തെ ക്യൂ. ആ ക്യൂവിൽ നിന്ന് ഞങ്ങളെല്ലാവരും ആകപ്പാടങ്ങ് ടയേർഡായിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതിറങ്ങിക്കഴിഞ്ഞാണ് എല്ലാവരും ഒന്ന് ഓക്കെ ആയത്. വെളുപ്പിനെ 4 മണിക്ക് അഴി നിന്നുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. പിന്നെ അതും കഴിച്ചൊരു ചെറിയ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി. ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ നെസ്കഫേ ഞങ്ങളുടെ റൂമിൻ്റെ നേരെ വാതിക്കലായിരുന്നു. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ റൂം. അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. നെസ്കഫേയിലെ ഫേമസ് കോൾഡ് കോഫിയും കോൾഡ് ചോക്ലേറ്റൊക്കെ ആണെങ്കിലും എനിക്ക് ചുമയുള്ളതുകൊണ്ട് ഞാൻ നോർമൽ ഒരു കോഫിയാണ് കുടിച്ചത്. പിന്നെ റൂമിൽ പോയി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് വന്നു. ദീപൻ എന്നോട് കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചു. ഞാൻ ആൻസർ പറഞ്ഞ് എനിക്ക് അവർ ഗിഫ്റ്റൊക്കെ തന്നു. രാവിലെ എല്ലാവരും ആകപ്പാട് ടയേർഡ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പായസങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വൈകിട്ട് പോയാണ് അതൊക്കെ മേടിച്ചത്. ഈ വൈറ്റ് കളറുള്ളത് പാൽപ്പായസവും മറ്റേത് നെയ്പായസവുമാണ്. നമുക്ക് എത്ര തൊഴുതാലും മതിയാകത്തില്ല. പിന്നെ നമ്മുടെ റൂം അമ്പലത്തിൻ്റെ അടുത്തുകൂടെ ആയതുകൊണ്ട് നമുക്ക് പോയി വരാനൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഒന്നുകൂടെ തൊഴുതു. അപ്പോഴാണ് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പോകൊണ്ട് തന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന രീതി ഞങ്ങളെല്ലാവരും വെച്ചു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നൈറ്റ് ഫുഡും കഴിച്ച് ഞങ്ങൾ ട്രെയിൻ കയറാൻ പോവാണ്. അപ്പോൾ ഇനിയും വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.